അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുപാട് നന്മകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ നന്മകളൊക്കെ നാം മറന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരനുഭവം നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഇന്നലെ പള്ളിയിൽ സുബഹിക്ക് ഒരു സ്നേഹിതൻ വന്ന് പറഞ്ഞു, അദ്ദേഹത്തിനുണ്ടായ ഒരു വാഹന അപകടം. ഭാര്യയും അദ്ദേഹവും കൂടി ഒരിടത്തേക്ക് യാത്ര പോകുമ്പോൾ വാഹനം പെട്ടെന്ന് രാത്രി ഒരു സ്ഥലത്ത് ചെന്ന് ഇടിച്ചു. ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ ചെന്ന് ഇടിച്ചു. മാരകമായ ഇടിയായിരുന്നു. വാഹനം പറ്റെ തകർന്നുപോയി. പക്ഷേ അദ്ദേഹത്തിനോ ഭാര്യക്കോ ഒരു മുള്ളുപോലും തറച്ച വേദനയുണ്ടായില്ല. അത് അൽഹംദുലില്ലാ, വല്ലാത്ത സ്തുതി. അദ്ദേഹം പറയുന്നത്, ഉസ്താദെ, ഞാൻ അതിന് അള്ളാഹുവിന് നന്ദി ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ്. അതൊരു സംഭവം, ഒരുപാട് സംഭവം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ പല ദുരന്തങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട അനുഭവങ്ങൾ നമുക്കുണ്ടായിരിക്കും. പക്ഷേ അദ്ദേഹം ചോദിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അദ്ദേഹത്തിൻ്റെ ആ നല്ല മനസ്സാണ്. അള്ളാഹുവിന് ആ അനുഗ്രഹത്തിന് എങ്ങനെ ഞാൻ നന്ദി ചെയ്യണം? അദ്ദേഹം ചോദിക്കുന്നത്, വല്ലതും ധർമ്മം കൊടുക്കണോ? സുജൂദ് ചെയ്തു, ശുക്രിൻ്റെ സുജൂദ് ചെയ്തു. ഇനി ഞാൻ എന്ത് വേണം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ? അതിന് മാത്രം വലിയ ഒരനുഗ്രഹമാണ് പടച്ചവൻ എനിക്ക് തന്നതെന്ന്. സുഹൃത്തുക്കളെ, നമ്മൾ നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇമാം മുസ്ലിം ഉദ്ധരിച്ചത് കാണാം. ഇന്നല്ലാഹ ലയർളാ അനിൽ അബ്ദി അൻ യഅകുലൽ അക്ല ഫയഹ്മദുഹു അലൈഹ ഔ യശ്റബ ശുർബ ഫയഹ്മദുഹു അലൈഹ. ഒരു നേരത്തെ ഒരു ഭക്ഷണം തിന്നാൽ അള്ളാഹുവിനെ സ്തുതിക്കുന്ന ഒരടിമ, ഒരു മുറുക്ക് വെള്ളം കുടിച്ചാൽ അള്ളാഹുവിനെ സ്തുതിക്കുന്ന ഒരടിമ, അവനെ അള്ളാഹു ഇഷ്ടപ്പെടുക തന്നെ ചെയ്യുമെന്ന്. അത്രമാത്രം ഒരു കഷ്ണം ഭക്ഷണത്തിന്, ഒരു പിടി ഭക്ഷണത്തിന്, ഒരു മുറുക്ക് വെള്ളത്തിന് പോലും അള്ളാഹുവിനെ സ്തുതിക്കുന്നവരോട് ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിൻ്റെ മുമ്പിൽ എത്രയെത്ര വലിയ വലിയ കാര്യങ്ങളാണ് അള്ളാഹു നമുക്ക് നൽകുന്നത്. നമ്മുടെ മക്കൾ പരീക്ഷയിൽ പാസ്സായപ്പോൾ നമുക്കൊരുപാട് പ്രതീക്ഷ, കഴിഞ്ഞ 10 കൊല്ലത്തെ 12 കൊല്ലത്തെ പ്രതീക്ഷ സാക്ഷാത്കരിച്ചുകൊണ്ട് നല്ല മാർക്കുകളോടുകൂടി, ഏറ്റക്കുറവുണ്ടെങ്കിലും എൻ്റെ കുട്ടി പാസ്സായി, എൻ്റെ കുട്ടിക്ക് ഇത്ര A+ കിട്ടി, എൻ്റെ കുട്ടിക്ക് ഇത്ര മികവ് കിട്ടി എന്ന് നമ്മൾ അഭിമാനിക്കുകയും അതിൻ്റെ ആഹ്ലാദവും സന്തോഷവും പങ്കിടുകയും ചെയ്യുമ്പോൾ, ആ കുട്ടികളെ അണഞ്ഞുകൂട്ടി നമ്മൾ ഉമ്മ വയ്ക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ആ ഒരു നന്ദി അള്ളാഹുവിനോടല്ലേ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത്. ഇതുപോലെ എത്രയെത്ര അനുഗ്രഹങ്ങളാണ് പടച്ചവൻ നമ്മുടെ ജീവിതത്തിൽ. ല ഇൻ ശക്കർത്തും ല അസീദന്നക്കുമെന്ന് അള്ളാഹു താല പഠിപ്പിച്ചു. നിങ്ങൾ നന്ദി ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുമെന്ന്. സുഹൃത്തുക്കളെ, മഴ കിട്ടാതെ പ്രയാസപ്പെടുന്ന ഒരു കാലമാണ് കഴിഞ്ഞ 2-4 ആഴ്ച, ഒരു മാസക്കാലത്തോളം നമുക്കൊക്കെ ഉണ്ടായിരുന്നത്. മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരുണ്ട്, മഴയ്ക്ക് വേണ്ടി നമസ്കരിച്ചവരുണ്ട്, മഴയുടെ പേരിൽ ഒരുപാട് വിഷമിച്ചവരുണ്ട്, മഴ കിട്ടാത്തതിൻ്റെ പേരിൽ. അങ്ങിങ്ങായിട്ടെങ്കിലും കുറച്ചെങ്കിലും അള്ളാഹു ആ ഒരു അനുഗ്രഹം നമുക്ക് തിരിച്ചു തന്നപ്പോൾ നമ്മൾ നന്ദി ചെയ്തിരുന്നോ? നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനോട് നമ്മൾ നന്ദി ചെയ്യണം. എങ്ങനെയാണ്? ആരാധനാകർമ്മങ്ങളിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ട്, ഖുശൂഉം ഖുളൂഓടുകൂടി അള്ളാഹുവിനോട് കൂടുതൽ പ്രാർത്ഥിച്ചുകൊണ്ട്, ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, ഫറലായ കാര്യങ്ങൾക്ക് പുറമെ സുന്നത്തായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട്, അതുപോലെ മനുഷ്യന്മാർക്ക് നന്മകൾ ചെയ്തു കൊടുത്തുകൊണ്ട് ഒക്കെ അള്ളാഹുവിനോടുള്ള നന്ദി നമ്മൾ കാണിക്കേണ്ടതുണ്ട്. കൂടുതൽ ദിക്റുകളും തസ്ബീഹുകളും ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നന്ദി നാം കാണിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന് നമ്മളൊന്നും കാശ് കൊടുക്കേണ്ടതില്ല, അള്ളാഹുവിന് നമ്മളൊന്നും ചെലവഴിക്കേണ്ടതില്ല. ഒമാ ഉരീദു അൻ തുഇമൂൻ, അവരെനിക്ക് ഭക്ഷണം നൽകേണ്ടതില്ല എന്ന് അള്ളാഹു പറഞ്ഞല്ലോ. നേരെ മറിച്ച് അള്ളാഹുവിന് കൊടുക്കേണ്ടത്, അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക, ഹംദ് ചെയ്യുക, ശുക്ർ ചെയ്യുക, നന്ദി ചെയ്യുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മനുഷ്യൻ്റെ ആ ഒരു സന്മനസ് അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ
ആ അനുഗ്രഹത്തിന് എങ്ങനെ നന്ദി ചെയ്യണമെന്ന് ചോദിച്ചറിയാൻ വന്ന ആ മനുഷ്യൻ്റെ നല്ല മനസ്സ് നമുക്കൊക്കെയുണ്ടെങ്കിൽ തീർച്ചയായും അള്ളാഹുവുമായി നമുക്ക് കൂടുതൽ അടുക്കാം. അള്ളാഹുവിനോട് നന്ദി ചെയ്തുകൊണ്ട് കൂടുതൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് അർഹരാവാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.